നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സീറ്റ് സ്വന്തമാക്കാനുള്ള കരുനീക്കവുമായി സന്ദീപ് വാര്യർ. എന്നാൽ ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ ചെറുക്കാനാണ് ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. തൃശൂർ നിയോജക മണ്ഡലത്തിൽ അനർഹമായി സീറ്റ് നേടിയാൽ ഏത് വിധിനെയും കാലുവാരാൻ തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആലോചന. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ സന്ദീപ് വാര്യരെ കൊണ്ട് അവിടുത്തെ കോൺഗ്രസുകാർ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ DCC ഓഫീസിൽ നടന്ന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അതിന് ഓരോ പ്രദേശങ്ങളിലും ചുമതല വീതിച്ച് നൽകിയിട്ടുള്ള പ്രധാന നേതാക്കളുടെ യോഗത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നത്. അതായത് സന്ദീപ് വാര്യരെ പരിപാടികളിൽ പോലും, അതായത് പാർട്ടിയുടെ നടക്കുന്ന പരിപാടികളിൽ പോലും തൃശ്ശൂരിൽ പങ്കെടുപ്പിക്കരുത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. അതായത് ആ വിമർശനത്തിലേക്ക് എത്താൻ പ്രധാന കാരണം ഏതാനും ദിവസം മുമ്പ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചിരുന്നു. ഈ വെല്ലുവിളി അടക്കം സന്ദീപ് വാര്യര് തൃശ്ശൂരിൽ സീറ്റ് ലക്ഷ്യം വയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അതായത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് സന്ദീപ് വാര്യർക്ക് മോഹമുള്ളത്. ആ മോഹത്തെ മുളയിലെ നുള്ളുക എന്നൊരു തന്ത്രത്തിലേക്ക് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ ഏതായാലും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും തൃശ്ശൂരിൽ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പോലും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് അടക്കമുള്ള യോഗത്തിലാണ് ഈ ഒരു ആവശ്യം KPCCയുടെ ചുമതലയുള്ള നേതാക്കൾ അടക്കം ഇരിക്കുന്ന യോഗത്തിൽ ആ നേതാക്കൾ തന്നെ പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂരിൽ സന്ദീപ് വാര്യറിന് സീറ്റ് നൽകി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഉണ്ടാവാൻ പോകുന്നത് വലിയ പൊട്ടിത്തെറിയാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന് തന്നെ വലിയ തലവേദനയാവാനുള്ള സാധ്യതയിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടല്ല, ഇത്രയും മാസങ്ങൾ കിടക്കുമ്പോൾ തന്നെ സന്ദീപ് വാര്യരെ വെട്ടുക എന്നുള്ള നിലയിലേക്ക് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കസാര കിട്ടുമെന്നുള്ള കാര്യത്തിൽ അതായത് ഒരു തരത്തിലും തൃശ്ശൂരിൽ സീറ്റ് കൊടുക്കില്ല എന്ന് നേതാക്കൾ നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നാലിലധികം കോൺഗ്രസ് നേതാക്കളാണ് ഉടുപ്പ് തയ്ച്ചിരിക്കുന്നത്, അതായത് സീറ്റിന് വേണ്ടി സീറ്റ് മോഹിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥാനത്തേക്കാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ വ്യക്തിയും കൂടെ കടന്നു വരുന്നത്. അത്തരത്തിൽ സന്ദീപ് വാര്യർക്ക് ഇവിടെ വേണ്ട, സീറ്റില്ല, അത് മറ്റെവിടെയെങ്കിലും കൊടുത്താൽ മതി എന്ന് പോലും യോഗത്തിൽ നേതാക്കൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് KSUവിന്റെ ഒരു യോഗം കേരളവർമ്മയിൽ നടന്നിരുന്നു. ആ യോഗത്തിലേക്ക് മുഖ്യാതിഥിയായി സന്ദീപ് വാര്യരെയാണ് വിളിച്ചത്. അത്തരത്തിൽ സന്ദീപ് വാര്യരെ തൃശ്ശൂരിലേക്ക് വിളിച്ചതിനെതിരെയും അതിരൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിപാടികളിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സീറ്റ് സ്വന്തമാക്കാനുള്ള കരുനീക്കമാണ് സന്ദീപ് വാര്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ ചെറുക്കാൻ ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കളും തീരുമാനിച്ചിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവിടുത്തെ കോൺഗ്രസുകാർ ഈ സന്ദീപ് വാര്യറിന്റെ നീക്കം കൊണ്ട് ചെന്ന് ചാടിയിരിക്കുന്നത്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.